അശ്വതി നക്ഷത്രക്കാർക്ക് വിവാഹത്തിന് ഏറ്റവും അനുയോജ്യമായ നക്ഷത്രങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും പ്രധാന പൊരുത്തങ്ങളും താഴെ നൽകുന്നു. അശ്വതി നക്ഷത്രത്തിന് അനുയോജ്യമായ നക്ഷത്രങ്ങൾ അശ്വതി 27 നക്ഷത്രങ്ങളിൽ ആദ്യത്തേതും മേടം ഏരീസ് രാശിയിൽ ഉൾപ്പെടുന്നതുമാണ്. ഊർജ്ജസ്വലതയും സ്വാതന്ത്ര്യബോധവും സാഹസികതയും ഇവരുടെ പ്രത്യേകതകളാണ്. അശ്വതി നക്ഷത്രക്കാർക്ക് ഏറ്റവും നല്ല പൊരുത്തമുള്ള നക്ഷത്രങ്ങൾ ഇവയാണ്. ഭരണി അശ്വതിക്ക് ഏറ്റവും മികച്ച പൊരുത്തമുള്ള നക്ഷത്രമാണിത്. ഇവർക്ക് പരസ്പരം ഊർജം കൈമാറാനും തീവ്രമായ ആകർഷണവും വൈകാരിക പിന്തുണയും നിലനിർത്താനും സാധിക്കും. ഈ ബന്ധത്തിൽ 91% വരെ ചേർച്ച കാണാറുണ്ട്. രോഹിണി നല്ല പൊരുത്തമുള്ള നക്ഷത്രമാണ്. സൗന്ദര്യബോധവും സ്വാതന്ത്ര്യവും വിലമതിക്കുന്ന ഇവർക്ക് നല്ല ബന്ധമുണ്ടാകും. മകയിരം മൃഗശീര അനുയോജ്യമായ മറ്റൊരു നക്ഷത്രമാണിത്. രേവതിയുടെ അന്തർജ്ഞാനവും മാർഗനിർദ്ദേശവും അശ്വതിക്ക് പ്രയോജനകരമാണ്. 72% വരെ ശക്തമായ പൊരുത്തം കാണിക്കുന്നു. സ്വാതി മികച്ച ആശയവിനിമയവും വിശ്വസ്തതയും പരസ്പര ബഹുമാനവും ഉള്ളതിനാൽ ഈ ബന്ധവും നല്ലതാണ്. ഏകദേശം 70% വരെ പൊരുത്തം. അനുരാധ ഇത് ഒരു ഉത്തമ പുരുഷ നക്ഷത്രമായി കണക്കാക്കപ്പെടുന്നു. സ്ത്രീ അശ്വതിയാണെങ്കിൽ. മധ്യമമായ പൊരുത്തമുള്ള മറ്റ് നക്ഷത്രങ്ങൾ പുണർതം പുനർവസു മകം മാഘ വിശാഖം വിശാഖ ധനിഷ്ഠ എന്നിവയുമായി ഏകദേശം 55% വരെ മധ്യമമായ പൊരുത്തം കാണാറുണ്ട്. ഒഴിവാക്കേണ്ട നക്ഷത്രങ്ങൾ വേദദോഷമുള്ള നക്ഷത്രങ്ങൾ തമ്മിലുള്ള വിവാഹം ഒഴിവാക്കാറുണ്ട്. അശ്വതിക്ക് തൃക്കേട്ട ജ്യേഷ്ഠ നക്ഷത്രവുമായി വേദമുണ്ട്. അതിനാൽ ഈ ബന്ധം ഒഴിവാക്കാൻ സാധാരണയായി നിർദ്ദേശിക്കാറുണ്ട്. പ്രധാന പൊരുത്തങ്ങൾ 10 പൊരുത്തങ്ങൾ. ഒരു വിവാഹബന്ധത്തിന്റെ വിജയത്തിനായി ജ്യോതിഷത്തിൽ പരമ്പരാഗതമായി 10 പൊരുത്തങ്ങൾ ദശവിധ പൊരുത്തം പരിശോധിക്കുന്നു. രാശി അശ്വതി നക്ഷത്രം മേടം ഏരീസ് രാശിയിൽ ഉൾപ്പെടുന്നു. ഗണം അശ്വതി നക്ഷത്രം ദേവഗണത്തിൽ ഉൾപ്പെടുന്നു. യോനി അശ്വതി നക്ഷത്രത്തിന്റെ യോനി കുതിര ഹോസ് ആണ്. വിവാഹ പൊരുത്തത്തിൽ ഏറ്റവും പ്രധാനമായി പരിഗണിക്കുന്ന ഘടകങ്ങൾ ദിനപ്പൊരുത്തം നക്ഷത്രപ്പൊരുത്തം ഗണപൊരുത്തം രജ്ജു പൊരുത്തം ദീർഘായുസ് മംഗല്യം എന്നിവയെ സൂചിപ്പിക്കുന്ന ഇത് പ്രധാനമാണ്. വേദപൊരുത്തം പരസ്പര ദോഷം ഒഴിവാക്കുന്നതിനുള്ള ചേർച്ച. പ്രധാനമായി ശ്രദ്ധിക്കുക, ഓരോ വ്യക്തിയുടെയും ജാതകം, ഗ്രഹനില, ജനനസമയം എന്നിവ അനുസരിച്ച് പൊരുത്തത്തിൽ വലിയ വ്യത്യാസങ്ങൾ വരാം. അതുകൊണ്ട് നക്ഷത്രപ്പൊരുത്തം ഒരു പ്രാഥമിക വിവരമായി മാത്രം കണ്ട് വിവാഹം ഉറപ്പിക്കുന്നതിന് മുൻപ് ഒരു വിദഗ്ധനായ ജ്യോതിഷിയുടെ സഹായത്തോടെ സമ്പൂർണ്ണ ജാതക വിശകലനം നടത്തുന്നത് ഉചിതമാണ്.